ഇന്ത്യ ശ്രീലങ്ക വനിതാ ട്വന്റി പരമ്പരയിലെ തുടർച്ചയായ നാലാം മത്സരത്തിലും ഇന്ത്യൻ വനിതകൾക്ക് വിജയം. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ 30 റൺസിന്റെ വിജയമാണ് ഇന്ത്യ നേടിയത്. ഇതോടെ 5 മത്സരങ്ങൾ അടങ്ങുന്ന പരമ്പരയിൽ ഇന്ത്യ 4-0 ലീഡ് നേടി നിൽക്കുകയാണ്. ടോസ് നേടിയ ലങ്ക ആദ്യം ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. നിശ്ചിത ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 221 റൺസാണ് ഇന്ത്യ നേടിയത്. ഇന്ത്യൻ ഓപ്പണർമാരായ സ്മൃതി മന്ദാനയും ശബാലി വർമ്മയും മികച്ച തുടക്കമാണ് ഇന്ത്യക്ക് നൽകിയത്. പതിയെ തുടങ്ങി പിന്നീട് അർദ്ധ സെഞ്ചുറി നേടിയ ഇരുവരും ഇന്ത്യയെ വലിയ സ്കോറിലേക്ക് നയിക്കുകയായിരുന്നു. 48 പന്തിൽ 3 സിക്സും 11 ഫോറും അടക്കം മന്ദാന 80 റൺസ് നേടിയപ്പോൾ 46 പന്തിൽ 1 സിക്സും 12 ബൗണ്ടറിയും അടക്കം ശബാലി 79 റൺസാണ് നേടിയത്. ആദ്യം ഇന്ത്യക്ക് നഷ്ടമായത് ശബാലി വർമ്മയുടെ വിക്കറ്റായിരുന്നു. തൊട്ടടുത്ത ഓവറിൽ തന്നെ മന്ദാനയുടെ വിക്കറ്റും ഇന്ത്യക്ക് നഷ്ടമായി. പിന്നീട് വന്ന റിച്ച ഘോഷ് തകർപ്പൻ ബാറ്റിംഗ് പ്രകടനമാണ് ഇന്ത്യക്ക് വേണ്ടി നടത്തിയത്. 16 പന്തിൽ 3 സിക്സും 4 ബൗണ്ടറിയും ഉൾപ്പെടെ റിച്ച 40 റൺസ് നേടിയപ്പോൾ 16 റൺസുമായി ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ മികച്ച പിന്തുണയാണ് നൽകിയത്. മറുപടി ബാറ്റിംഗിൽ ലങ്കൻ ഓപ്പണർമാർ മികച്ച തുടക്കമാണ് ലങ്കയ്ക്ക് നൽകിയത്. മികച്ച ബാറ്റിംഗുമായി ലങ്ക തിരിച്ചടിക്കാൻ ശ്രമം നടത്തിയെങ്കിലും നിശ്ചിത ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 191 റൺസ് നേടാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ. അരുന്ധതിയും വൈഷ്ണവിയും ലങ്കയുടെ 2 വിക്കറ്റ് വീതം നേടിയപ്പോൾ ശ്രീചരണി 1 വിക്കറ്റ് വീഴ്ത്തി. ഇന്ത്യൻ ഓപ്പണർ സ്മൃതി മന്ദാനയാണ് കളിയിലെ താരമായി മാറിയത്.